ഹലോ എൻ്റെ എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നും നമുക്കൊരു സെയിൽ വീഡിയോ ആണ് കേട്ടോ. ദേന്തസിൻ്റെ ഒരു 5 കളർ വെറൈറ്റി നമ്മുടെ കയ്യിലിപ്പുണ്ട് കേട്ടോ. നല്ല നല്ല കളറുകളാണുള്ളത്. അപ്പം ഒരു പ്ലാന്റിന് 60 രൂപയാണ് കേട്ടോ റേറ്റ് വരുന്നത്. അത്യാവശ്യം വലിപ്പമുള്ള പ്ലാന്റ്സ് ആണ്, നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണ് കേട്ടോ. നമ്മുടെ സ്ഥലം വരുന്നത് വയനാടാണ് കേട്ടോ. പിന്നെ DTDC വഴിയാണ് പ്ലാന്റ്സ് അയക്കുന്നത്. ഇപ്പോൾ നമ്മൾ പോസ്റ്റ് വഴിയൊന്നും അയക്കുന്നില്ല, DTDC വഴി മാത്രമേ അയക്കുന്നുള്ളൂ കേട്ടോ. നമ്മൾ കോംബോ ആയിട്ടല്ല പ്ലാന്റ്സ് കൊടുക്കുന്നത്, സിംഗിളായിട്ട് നിങ്ങൾക്ക് ഏത് കളറാണോ വേണ്ടത് അത് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് മേലെ വാട്സപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ട്, അതിലേക്ക് മെസ്സേജ് ആയിട്ട് ഇട്ടാൽ മതി. പിന്നെ നമുക്ക് സെയിലായിട്ടുള്ളത് ചെമ്പരത്തിയാണ് കേട്ടോ. ചെമ്പരത്തീൻ്റെ കുറച്ച് കളറുകളുണ്ട്, പക്ഷേ കളർ സെലക്ഷൻ ഇല്ല കേട്ടോ. കളർ സെലക്ട് ചെയ്ത് അയക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. നിങ്ങളൊരു 3-4 കളർ സെലക്ട് ചെയ്യുമ്പോൾ അപ്പം നമ്മൾ അയക്കുന്ന ദിവസം അതിലേതെങ്കിലും ഒന്ന് വിരിഞ്ഞിട്ടില്ലെങ്കിൽ പിന്നെ എനിക്ക് അന്ന് അത് അയക്കാൻ പറ്റില്ല. അതുകൊണ്ട് നമ്മൾ ചെമ്പരത്തി ഒരു കോംബോ ആയിട്ടാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. 250 രൂപയ്ക്ക് 4 കളറ് ചെമ്പരത്തി അങ്ങനെ കേട്ടോ. അതിൽ നിങ്ങളുടെ കയ്യിൽ ഏതെങ്കിലും കളറുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പറയാം, അപ്പോൾ അത് ഒഴിവാക്കിയിട്ട് 4 കളറുകൾ സെലക്ട് ചെയ്ത് അയക്കും. പിന്നെ ചെമ്പരത്തി വാങ്ങുന്നവർ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്, നമ്മളത് അയക്കുന്ന സമയത്ത് അതിലൊരു ചെറിയ പോട്ടുണ്ട് കേട്ടോ. ഞാൻ ആ പോട്ട് ഒഴിവാക്കാറില്ല, അതങ്ങനെ അയക്കുകയാണ്. കാരണം ആ വേരൊക്കെ ഇച്ചിരി കൂടെ സേഫായിട്ട് ഇരിക്കുമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ ആ പോട്ട് ഒഴിവാക്കാതെയാണ് അയക്കുന്നത്. നിങ്ങൾ നടാൻ നേരത്ത് നല്ല കത്രിക ഉപയോഗിച്ച് കട്ട് ചെയ്തിട്ട് കളയുക. വലിച്ച് പറിച്ചെടുത്ത് അതിൻ്റെ വേരൊന്നും പൊട്ടിക്കരുത് കേട്ടോ. കട്ട് ചെയ്താൽ മതി, 3-4 സൈഡ് കട്ട് ചെയ്തിട്ട് ഇങ്ങനെ അതിനെ വിടർത്തുമ്പോൾ അത് വരും. അങ്ങനെ അത് ഒഴിവാക്കിയതിന് ശേഷം നടുക. അത് വെച്ചിട്ട് നടുമ്പോൾ എന്താണെന്ന് വെച്ചാൽ കുറേ നാളൊന്നും നിൽക്കുന്നില്ല എന്നാണ് പറയുന്നത്. ചെമ്പരത്തി പിടിച്ചാലും കുറേ കാലം കഴിയുമ്പോൾ പോകുകയാണെന്ന്. കാരണം പ്ലാസ്റ്റിക് കപ്പായതുകൊണ്ട് അത് നശിച്ചൊന്നും പോകുന്നില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് അത് ഒഴിവാക്കിയിട്ട് നടുക. പിന്നെ നമുക്ക് സെയിലിനുള്ളത് ഡാലിക്കയാണ് കേട്ടോ. ഡാലിക്ക് ഇഷ്ടം പോലെയുണ്ട്. അപ്പോൾ 4 കളറാണ് നമ്മൾ കൊടുക്കുന്നത്. 199 രൂപയ്ക്ക് കോംബോ ആയിട്ടാണ് കേട്ടോ കൊടുക്കുന്നത്. നമ്മളിപ്പോൾ ഡാലിക അയക്കാൻ തുടങ്ങിയിട്ട് കുറേ നാളായിട്ടോ. അതായത് പൂക്കളൊക്കെ ആവുന്നതിന് മുൻപേ തുടങ്ങിയതാണ് ഡാലിക അയക്കാൻ. ഇലേൻ്റെയും തണ്ടിൻ്റെയും വ്യത്യാസം നോക്കിയിട്ടാണ് അന്ന് അയച്ചുകൊണ്ടിരുന്നത്. അന്ന് അതിലത്ര കിഴങ്ങൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. ഇപ്പം എല്ലാത്തിലും തന്നെ കിഴങ്ങുകളായിട്ടുണ്ട്. അപ്പോൾ ഒരു 4-5 ചെടി എടുത്താൽ അതിൽ ചിലപ്പോൾ ഒന്നിലൊക്കെയാണെന്ന് കിഴങ്ങില്ലാതുള്ളത്, അല്ലാത്ത ഒരുവിധം എല്ലാത്തിലും കിഴങ്ങുകളുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ധൈര്യമായിട്ട് വാങ്ങിക്കാൻ പറ്റും കേട്ടോ. കാരണം എന്തായാലും പിടിച്ച് കിട്ടും. നിങ്ങളൊന്ന് ശ്രദ്ധിച്ചാൽ മതി. നടുന്ന സമയത്ത് നിങ്ങൾ വെള്ളം കെട്ടി നിൽക്കാത്ത രീതിയിൽ നടണം കേട്ടോ. അല്ലാന്നുണ്ടെങ്കിൽ കിഴങ്ങ് ചീഞ്ഞു. കൊറിയറായിട്ട് വരുന്നതുകൊണ്ട് തന്നെ കുറച്ച് ക്ഷീണമൊക്കെ ഉണ്ടാവും. ചിലപ്പോൾ ഇലകളൊക്കെ 2 കുറച്ച് പഴുത്തിട്ടുണ്ടാവും. അപ്പോൾ നിങ്ങൾ ആ ഇലകളൊക്കെ കട്ട് ചെയ്ത് നട്ട് വെച്ചിട്ട് രാവിലെ മുതൽ വൈകുന്നേരം വരെ തണൽ കിട്ടുന്നിടത്ത് തന്നെ വെച്ച് കൊടുക്കണം. ഒരു കാരണവശാലും ഒരു നേരം ഇത്തിരി വെയിൽ പോലും കൊള്ളരുത്. അതൊന്ന് പിടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ, തളിരുകൾ വരാൻ തുടങ്ങും. അല്ലെങ്കിൽ അത് വാടാണ്ട് അങ്ങനെ ഒരാഴ്ച കഴിയുമ്പോൾ തന്നെ അങ്ങനെ ഒരിതാവും. അത് കഴിഞ്ഞാൽ നല്ല വെയിലത്തേക്ക് എടുത്ത് വെക്കുകയും വേണം. നല്ല വെയിൽ കിട്ടിയിട്ടില്ലെങ്കിൽ നീണ്ടു പോകും, ഇല ചുരുണ്ടു പോകും, പൂക്കൾ ഉണ്ടാവാൻ പാടാണ്. അപ്പോൾ അതുകൊണ്ട് നല്ല വെയിലത്തേക്ക് വെക്കണം കേട്ടോ. പിന്നെ നമുക്ക് ഈ ഒരു ബിഗോണിയേൻ്റെ കുറേ തൈകളുണ്ട്. അപ്പോൾ ഇതിൻ്റെ റേറ്റ് വരുന്നത് 40 രൂപയാണ് കേട്ടോ. നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ വാങ്ങാം. ഇതിൻ്റെ കട്ടിങ്സ് വെച്ചാൽ പെട്ടെന്ന് പിടിപ്പിച്ചെടുക്കാൻ പറ്റും. പിന്നെ എപ്പോഴും തന്നെ പൂക്കളാണ് കേട്ടോ. പിന്നെ നമ്മുടെ കാക്കപ്പൂവിൻ്റെ 3-4 കളറുകളുണ്ട് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ റേറ്റ് വരുന്നത് 25 രൂപയാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ വാങ്ങിക്കാം. ഇതിന് വിത്തുണ്ടാവും, അതുകൊണ്ട് തന്നെ ഒരു വട്ടം വാങ്ങിയാൽ മതി കേട്ടോ. പിന്നെ ഇത് ഇങ്ങനെ തനിയെ ഉണ്ടായി വന്നോളും. അപ്പോൾ പിന്നെയും നമുക്ക് ബാൽസത്തിൻ്റെ കട്ടിങ്സ് ആയിട്ടുണ്ട് കേട്ടോ. ഇത് നാടൻ വെറൈറ്റിയാണ്. ഇതിങ്ങനെ വിത്ത് വീണ് അവിടെ ഇവിടെയൊക്കെ മുളയ്ക്കും കേട്ടോ. അതാണ്. അപ്പോൾ നമ്മളെപ്പോഴും ഇങ്ങനെ 2 രൂപയ്ക്കോ 1 രൂപയ്ക്കോ ഒക്കെ കൊടുത്ത് ഞാൻ ഒഴിവാക്കുക തന്നെയാണ്. എന്നാലും വിത്ത് വീണ് മുളച്ച് വരുമ്പോൾ പിന്നെ പറിച്ച് കളയാൻ തോന്നാത്തതുകൊണ്ട് ഇത് ഇഷ്ടപ്പെടുന്ന ഒത്തിരി ആൾക്കാരും ഉണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഇതിൻ്റെ കട്ടിങ്സ് ഉണ്ട്. 2 രൂപയാണ് വില വരുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ടാറ്റാ ബൈ ബൈ.